കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നീണ്ട കഷ്ടപ്പാടാണ്. ഒരിക്കൽ തേവരി ഇതുപോലെ ഒരു പടം നടക്കുകയാണ്, കീർത്തൻ എന്നാണ് അതിൻ്റെ പേര്, നമ്മളുടെ മുകേഷ് ഏട്ടൻ അഭിനയിച്ച ഫിലിമാണ്. അപ്പോൾ ആ പടത്തിന് അതിൻ്റെ റിലീസിന് വേണ്ടിയിട്ട് കുറേ ഫണ്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഞാനാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് പാലമുറ്റം മജീദൊക്കെ പറഞ്ഞു ഇതിനൊക്കെ അഭിനയിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ക്രേസായിട്ട് നടക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കാം എന്ന് പറഞ്ഞു. എങ്കിൽ ഇയാൾക്കൊരു SIയുടെ വേഷം കൊടുത്തത്. അപ്പം ഞാൻ ഈ SIയുടെ വേഷം ഇടാനായിട്ട് ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഞെട്ടിപ്പോയി. ഒരു സ്ഥലത്ത് രാജൻ പി ദേവ് എന്ന് പറയുന്ന മഹാനായ കലാകാരനിരിക്കുന്നു, വേറെ സ്ഥലത്ത് ഉമ്മർക്ക് അതിൽ അച്ഛനായിട്ട് അഭിനയിക്കുകയാണ്, രാജൻ പി ദേവ് ഒരു പള്ളി പ്രമാണിയായിട്ട് അഭിനയിക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ ഈ മേക്കപ്പൊക്കെ ഇട്ട് മീശ വിരിക്കുക, അന്ന് അധികം മീശയൊന്നുമില്ല. അപ്പോൾ രാജൻ പി ദേവ് പറഞ്ഞു അധികം വിരിക്കണ്ട, ഉള്ളത് പറയും എന്ന് പറഞ്ഞു. അവിടെ വീട് മോൻ്റെ എന്നൊക്കെ ചോദിച്ചു. അപ്പം അന്ന് രാത്രിയിൽ ഈ അഭിനയമൊക്കെ കഴിഞ്ഞു, പക്ഷേ കയ്യിലധികം പൈസ ഇല്ല. ഈ പറയുന്ന മാതിരി ഞാൻ ഇറങ്ങി ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴേക്കും ഒരു 2-2:30. അപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് വേറെ വണ്ടിയൊന്നുമില്ല, അന്ന് വണ്ടിയൊന്നുമില്ല. ഉടനെ തന്നെ ഞാൻ റോഡിലിറങ്ങിയപ്പോൾ ഒരു ഓട്ടോ കിട്ടി. അപ്പോൾ ഈ ഓട്ടോക്കാരൻ പൈസ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല നമ്മളോട്. എൻ്റെ കയ്യിലാണെങ്കിൽ അധികം പൈസ ഇല്ല തന്നെ. അന്ന് ഞാൻ തന്നെയാണ് താമസിക്കുന്നത്. വേറെ അപ്പച്ചനുണ്ടെങ്കിൽ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കും. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ ചെന്നു. രാവിലെ അല്ലേ ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപയാണ്? അയാൾ പറഞ്ഞു 300. ഞാൻ ഞെട്ടിപ്പോയി. കാരണം 300 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വലിയൊരു തുകയാണ്. ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, നല്ല ഇരുട്ടല്ലേ. ഞാൻ പറഞ്ഞു ചേട്ടനെ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയൊരു മതിലാണ്. അതിൻ്റെ അവിടെ നിന്ന് ഞങ്ങളുടെ പറമ്പിലേക്ക് എടുത്ത് ചാട്ടാം. പൈസ കൊടുത്തില്ല, പൈസ കൊടുക്കാൻ വേണ്ടേ, കാശില്ല. ഇവിടെ നിക്കെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ പൈസ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് വേറൊരു വീടിന്റെ അകത്ത് കയറിയിട്ട്. അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള സ്ട്രഗിൾ ആയിട്ട് അവരുടെ മനസ്സിലാകുന്നുണ്ടോ?